എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ ആണ് പഠിച്ചു വന്നത്. നമ്മൾ സിമ്പിൾ മെഷീൻസിനെ കുറിച്ചായിരുന്നു പഠിച്ചു വന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? വീൽ ആൻഡ് ആക്സിലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ പുള്ളീനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാത്തതെന്നുണ്ടെങ്കിൽ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണുക, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാൻ അടുത്തൊരു സിമ്പിൾ മെഷീൻ ആണ്. ദാറ്റ് ഈസ് എന്താണ്? ഗിയർ. ഗിയർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഗിയർ നിങ്ങൾ സൈക്കിളിലൊക്കെ അല്ലേ, സൈക്കിളിൽ നോർമൽ സൈക്കിളുണ്ട്, ഗിയറുള്ള സൈക്കിളും ഉണ്ടല്ലോ. അപ്പം എന്തിനു വേണ്ടിയാണ് ഈ സൈക്കിളിൽ ഗിയർ ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയായിരിക്കാം? നമുക്ക് ഈസി ആയിട്ട്, നമുക്ക് നോർമൽ സൈക്കിൾ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി എഫേർട്ട് എടുക്കേണ്ടി വരില്ല അത് ചവിട്ടാൻ വേണ്ടി. പക്ഷേ ഗിയറുള്ള സൈക്കിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കയറ്റമൊക്കെ കയറാൻ സാധിക്കും. ചില സിറ്റുവേഷൻസ് നമുക്ക് സ്പീഡ് ഇല്ലേ, വേഗത്തിൽ ഓടിക്കാനൊക്കെ സാധിക്കും. അതിനുവേണ്ടിയാണ് സൈക്കിളിൽ എന്താണ് ഗിയർ ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, സൈക്കിളിൽ ഗിയർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ നമുക്ക് സ്പീഡിൽ പോകാൻ സാധിക്കും. അതുപോലെ കയറ്റമൊക്കെ ഈസി ആയിട്ട് കയറാൻ സാധിക്കും. മനസ്സിലായല്ലോ. ഇനി ഈ സൈക്കിളിന് മാത്രമാണോ ഗിയർ ഉള്ളത്? അല്ല, വലിയ വലിയ വാഹനങ്ങളിലും ഗിയറുകളുണ്ട് ഇല്ലേ. വലിയ വലിയ വാഹനങ്ങളിലും ഗിയർ ഉണ്ട്. അപ്പോൾ ഈ ഗിയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് കേട്ടോ. മെഷീൻസിൽ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് ഗിയർ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഗിയർ എന്ന് വെച്ചാൽ എന്താണ്? യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിക്കൽ ഉപകരണമാണ് ഗിയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഗിയർ ഉപയോഗിച്ച് എന്താണ് സംഭവിക്കുന്നത്? അതായത് ഒരു മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീനിൽ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് എനർജി കൈമാറ്റം ചെയ്യുന്നുണ്ട്. എനർജി എന്ന് പറയുമ്പോൾ അത് ചലനമായിട്ടാകാം, മോഷനായിട്ടോ അല്ലെങ്കിൽ ഫോഴ്സ് ആയിട്ടോ അല്ലേ. ഒരു മെഷീൻ്റെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തിലേക്ക് എന്താണ് അവിടെ കൈമാറ്റം ചെയ്യുവാണ്, എനർജി കൈമാറ്റം ചെയ്യുവാണ്. എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് മോഷൻ അല്ലെങ്കിൽ ചലനം അല്ലെങ്കിൽ എന്താണ് ഫോഴ്സ്. അപ്പം ഈ ഒരു രൂപത്തിൽ ചലനമായിട്ടോ അല്ലെങ്കിൽ ബലമായിട്ടോ നമുക്ക് എനർജി കൈമാറ്റം ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഗിയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് പൽചക്രം ഉണ്ടല്ലോ, ടൂത്ത് വീൽസ് ഉണ്ടല്ലോ, ടൂത്ത് വീൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. രണ്ട് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കും. ടൂത്ത് വീൽസ് ഉണ്ടല്ലോ, ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കും. അതാണ് ഗിയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ വാഹനങ്ങളുടെയൊക്കെ കേസിൽ പറഞ്ഞു, വാഹനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ എഞ്ചിനിൽ നിന്നാണ് ഒരു ടൂത്ത് വീല് കാണും, ഒരു ടൂത്തഡ് വീല് കാണും. അത് പൽചക്രം, എഞ്ചിനിൽ ഒരു പൽചക്രം കാണും. അത് പിന്നെ എന്താണ് ആക്സിലിലേക്കൊക്കെ അറ്റാച്ച് ചെയ്തിരിക്കും. മനസ്സിലാവുന്നല്ലോ. അപ്പം ഇങ്ങനെ എന്താണ് എനർജിയോടെ കൈമാറ്റം ചെയ്യുവാണ് ചെയ്യുന്നത്. ഗിയറിൽ എങ്ങാണെന്ന് നോക്കിയേ, ഒരു വലിയ പൽചക്രത്തിൽ നിന്നും ചെറിയ പൽചക്രത്തിലേക്കോ അല്ലെങ്കിൽ തിരിച്ചും വരാം, ചെറിയതിൽ നിന്നും വലിയ പൽചക്രത്തിലേക്കോ അങ്ങനെയാണ് ഊർജ്ജം അല്ലെങ്കിൽ എനർജിയോടെ കൈമാറ്റം ചെയ്യുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഇവിടെ ഈ ഒരു കേസിൽ ഇങ്ങനെ നോക്കി, ഇതൊരു വലിയ പൽചക്രമാണ് അല്ല, അതെങ്ങനെയാണ് എഞ്ചിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അത് പിന്നെ എന്താണ് ആ വലിയ പൽചക്രം ഇവിടെ എന്താണ് ചെറിയ പൽചക്രം, അതായത് ഒരു എന്താണ് ആക്സിലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വലിയ പൽചക്രം ഒരു പ്രാവശ്യം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഇതിൻ്റെ കൂടത്ത് ഈ ചെറിയ പൽചക്രം റൊട്ടേറ്റ് ചെയ്യുമല്ലേ. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് എത്ര പ്രാവശ്യം കറങ്ങുമായിരിക്കും? ചെറുത് പൽചക്രം ഒരു പ്രാവശ്യമാണോ കറങ്ങുന്നത്? അല്ല, അതിൽ കൂടുതൽ പ്രാവശ്യം കറങ്ങുമല്ലേ. ഈ വലിയ പൽചക്രം ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടം വരെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അവിടെ റൊട്ടേറ്റ് ചെയ്യും. അതുമൂലം എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്ത് സംഭവിക്കും? ഈ സെക്കൻഡ് പൽചക്രത്തിന് എങ്ങനെയാണ് സ്പീഡ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. സ്പീഡിന് എന്ത് സംഭവിക്കും? സ്പീഡ് അവിടെ ഇൻക്രീസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അതായത് വലിയ പൽചക്രം ഇല്ലേ, വലിയ പൽചക്രം എന്താണ് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ഈ രണ്ടാമത്തെ പൽചക്രം അല്ലെങ്കിൽ ചെറിയ പൽചക്രം എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഇതുമായിട്ട്. അപ്പോൾ ഇത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കറങ്ങും. അതിൻ്റെ ഫലമായിട്ട് എന്താണ് സ്പീഡ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം മിക്ക വാഹനങ്ങളിലും എഞ്ചിനുമായിട്ട് ഒരു പൽചക്രം ഘടിപ്പിച്ചിരിക്കും. കണ്ടില്ലേ, എഞ്ചിനുമായിട്ട് ഒരു പൽചക്രം ഘടിപ്പിച്ചിരിക്കും. അതെങ്ങനെയാണ് ടയറുകളിലേക്ക് ചലനം കൊടുക്കുവാണ്. ഇത് ഇവിടെ ആക്സിലുമായിട്ടാണ് കേട്ടോ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണ് ആക്സിൽ എങ്ങനെയാണ് ടയറുമായിട്ടല്ല അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണ് ടയറിലേക്കാണ് ചലനം കൈമാറുന്നത്. മനസ്സിലായല്ലോ. അപ്പം അങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നതും സ്പീഡ് കൂടുന്നതും കുറയുന്നതും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് അപ്പോൾ ഇതെന്താണ് ശരിക്കും? ഇത് ഗിയറാണ് കേട്ടോ. പൽചക്രമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്താണ്? ഗിയറാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ വാഹനത്തിന്റെ വേഗം കൂട്ടാൻ എഞ്ചിനുമായിട്ട് ഒരു പൽചക്രം ഘടിപ്പിക്കും ഇല്ലേ. എന്നിട്ട് അത് പിന്നെ എങ്ങനെയാണ് അത് എന്താണ് ടയറിനെ കറക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ പൽചക്രം ഉണ്ടല്ലോ, അപ്പം അതുമായിട്ടും അവിടെ അറ്റാച്ച് ചെയ്തിരിക്കും. അപ്പം അങ്ങനെയാണ് വാഹനത്തിന്റെ വേഗം കൂട്ടാൻ വേണ്ടി എന്താണ് ഗിയറുകൾ ഉപയോഗിക്കുന്നത്. ഗിയറുകൾ എന്ന് പറയുമ്പോൾ ഓർത്തോണം, എന്താണ് ചെറിയൊരു സിമ്പിൾ മെഷീൻസ് ആണ്.
അതെങ്ങനെയാണ് ഒരു ചലനം അല്ലെങ്കിൽ ഫോഴ്സ് അത് കൈമാറ്റം ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ പാർട്സ് എങ്ങനെയാണ് ഇരിക്കുന്നത്? അത് ഒരു പൽചക്രം അല്ലെങ്കിൽ രണ്ട് പൽചക്രം തമ്മിൽ ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കോർത്തിരിക്കുന്ന രീതിയിലാണ് ഗിയറുകൾ വരുന്നത്. വാഹനങ്ങളുടെ വേഗം കൂട്ടാൻ എന്താണ് സംഭവിക്കുന്നത്? ഒരു പൽചക്രം എങ്ങനെയാണ് എഞ്ചിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. അത് പിന്നെ എങ്ങനെയാണ് ആ പൽചക്രം രണ്ടാമത്തെ ടയറുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആക്സിൽ ഉണ്ടല്ലോ അതുമായിട്ടും രണ്ടാമത്തെ പൽചക്രം അറ്റാച്ച് ചെയ്തിരിക്കും. അതിൻ്റെ ഫലമായിട്ട് അവിടെ എങ്ങനെയാണ് സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. അതേ നോക്കിയേ, എ ഗിയർ ഈസ് എ മെക്കാനിക്കൽ ഡിവൈസ് യൂസ്ഡ് ഇൻ മെഷീൻസ്. ഗിയർ എന്നാണ് യന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിക്കൽ ഉപകരണമാണ് ഗിയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദേ ആർ യൂസ്ഡ് ടു ട്രാൻസ്ഫർ മോഷൻ ഓർ ഫോഴ്സ് ഫ്രം വൺ പാർട്ട് ഓഫ് ദ മെഷീൻ ടു അനദർ. ഞാൻ പറഞ്ഞില്ലേ, ഇവ യന്ത്രങ്ങളിൽ നിന്ന് ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ചലനമോ ബലമോ കൈമാറ്റം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ദ മെയിൻ പാർട്ട് ഈസ് ദ സിസ്റ്റം ഓഫ് ടു ഇന്റർലോക്കിംഗ് ടൂത്തഡ് വീൽ. മെയിൻ പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? തമ്മിൽ കോർത്തിരിക്കുന്ന രണ്ട് പൽചക്രങ്ങളാണ് ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഗിയേഴ്സിൽ എങ്ങനെയാണ്? എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം എ ലാർജ് ടൂത്തഡ് വീൽ ടു എ സ്മോൾ ടൂത്തഡ് വീൽ ഓർ ഫ്രം എ സ്മോൾ ടൂത്തഡ് വീൽ ടു എ ലാർജ് ടൂത്തഡ് വീൽ. നമ്മളിൽ എനർജി എങ്ങനെയാണ് കൈമാറ്റം ചെയ്യുന്നത്? ഒന്നുകിൽ ലാർജ് ടൂത്തഡ് വീൽ വലിയ പൽചക്രത്തിൽ നിന്നും ചെറിയ പൽചക്രത്തിലേക്കോ അല്ലെങ്കിൽ ചെറിയ പൽചക്രത്തിൽ നിന്നും വലിയ പൽചക്രത്തിലേക്കോ എനർജി അവിടെ കൈമാറ്റം ചെയ്യുവാണ് ചെയ്യുന്നത്. ഇന്ന് നോക്കി എഞ്ചിന്റെ കേസിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. A toothed wheel is attached to a engine of most of the vehicle. This toothed wheel is connected to a system of wheels of different sizes attached to the axle which transfers motion to the tires. ഞാൻ പറഞ്ഞില്ലേ, മിക്ക വാഹനങ്ങളുടെയും എഞ്ചിനുമായിട്ട് ഒരു പൽചക്രം ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പൽചക്രം എങ്ങനെയാണ് ടയറുകളിലേക്ക് ചലനം കൈമാറുന്ന അച്ചിലെ വ്യത്യസ്ത വലിപ്പമുള്ള പൽചക്രങ്ങളുടെ സജ്ജീകരണവുമായിട്ട് അവിടെ ഘടിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാഹനങ്ങളുടെ വേഗം കൂട്ടാൻ എന്താണ്? എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പൽചക്രം എങ്ങനെയാണ് വാഹനത്തിന് ടയറിനെ കറക്കാൻ സഹായിക്കുന്ന പൽചക്രവുമായിട്ട് ബന്ധിപ്പിക്കണം. അപ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? സ്പീഡ് ഇല്ലേ, സ്പീഡ് അവിടെ കൂടുന്നത്. മനസ്സിലായല്ലേ? അപ്പൊ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദി വെഹിക്കിൾ, വാഹനത്തിന് സ്പീഡ് കൂട്ടാൻ എങ്ങനെയാണ്? ദ ടൂത്തഡ് വീൽ അറ്റാച്ച്ഡ് ടു ദ എഞ്ചിൻ മസ്റ്റ് ബി കണക്റ്റഡ് ടു ദ സ്മോൾ ടൂത്തഡ് വീൽ ദാറ്റ് ഹെൽപ്സ് ടു ടേൺ ദ ടയർ ഓഫ് ദി വെഹിക്കിൾ. ഓക്കെ ആണല്ലോ. അപ്പം വേഗം കൂട്ടാൻ വേണ്ടി വലിയ പൽചക്രം എഞ്ചിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ചെറിയ പൽചക്രം എങ്ങനെയാണ്? ടയറുമായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കണം. ആ ഒരു സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ സ്പീഡ് കൂടും. ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നുണ്ടോ? when the large toothed wheel rotates once, how many times will the small toothed wheel rotate? അല്ലെ, ലാർജ് ടൂത്തഡ് വീൽ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം ചെറുത് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? മോർ ദാൻ വൺസ്, അതായത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അത് റൊട്ടേറ്റ് ചെയ്യും. വാട്ട് ചേഞ്ച് വിൽ ദിസ് കോസ് ഇൻ ദ സ്പീഡ് ഓഫ് ദ സെക്കൻഡ് ടൂത്തഡ് വീൽ? ഇതുമൂലം രണ്ടാം പൽചക്രത്തിന്റെ വേഗത്തിന് എന്താണ് സംഭവിക്കുന്നത്? രണ്ടാം പൽചക്രത്തിന്റെ വേഗം എങ്ങനെയാണ്? കൂടും. സ്പീഡ് എങ്ങനെയാണ്? ഇൻക്രീസ് ചെയ്യും. സ്പീഡ് ഇൻക്രീസസ്. വേഗം എങ്ങനെയാണ്? വേഗം അവിടെ കൂടും. മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെയാണ് ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വിച്ച് വീൽ ഈസ് കണക്റ്റഡ് ടു ദ ടൂത്തഡ് വീൽ അറ്റാച്ച് ടു ദ എഞ്ചിൻ വൈൽ ഗോയിങ് അപ്പ്? നമ്മൾ കണ്ടായിരുന്നു സ്പീഡ് കൂട്ടാൻ വേണ്ടി എങ്ങനെയായിരുന്നു? എഞ്ചിനുമായിട്ട് വലിയ പൽചക്രവും പിന്നെ ആക്സിലുമായിട്ട് എങ്ങനെയാണ് ചെറിയ പൽചക്രം എന്ന് പറയുന്നത്. അതായത് സ്പീഡ് കൂടും ആ ഒരു സിറ്റുവേഷനിൽ. ഇനി കയറ്റം കയറുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് സ്പീഡ് കുറയണം ഇല്ലേ? കയറ്റം കയറുമ്പോൾ എഫേർട്ട്ലെസ് ആയിട്ട് കയറാൻ വേണ്ടിയാണ് നമ്മൾ ഗിയർ ഉപയോഗിക്കുന്നത്. അവിടെ എങ്ങനെയാണ്? സ്പീഡ് അധികം കൂടേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ എഞ്ചിനുമായി ബന്ധിപ്പിച്ച പൽചക്രത്തെ ഏത് പൽചക്രമായിട്ടായിരിക്കണം ബന്ധിപ്പിക്കേണ്ടത്? വലുതാണോ ചെറുതാണോ? അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ എഞ്ചിനുമായിട്ട് എന്താണ്? ചെറിയ പൽചക്രമാണ് കണക്ട് ചെയ്യേണ്ടത് അല്ലെ? ആക്സിലുമായിട്ട് എങ്ങനെയായിരിക്കണം? വലിയ പൽചക്രമായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? വലുതാണ് വരേണ്ടത് അല്ലെ? കയറ്റം കയറുമ്പോൾ എഞ്ചിനുമായി ബന്ധപ്പെട്ട പൽചക്രത്തെ ഏത് തരം പൽചക്രവുമായിട്ട് കണക്ട് ചെയ്യണം? വലിയ പൽചക്രവുമായിട്ട് കണക്ട് ചെയ്യണം. എഞ്ചിൻ എങ്ങനെയാണ് അവിടെ? ചെറിയ പൽചക്രവുമായിട്ടായിരിക്കും കണക്ട് ചെയ്യേണ്ടിയിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി വെൻ കണക്റ്റഡ് ടു എ ലാർജ് ടൂത്തഡ് വീൽ ദ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ ഡിക്രീസസ് ബട്ട് ഇറ്റ്സ് എഫിഷ്യൻസി ടു റൊട്ടേറ്റ് ഇൻക്രീസസ്. അതായത് വലിയ പൽചക്രവുമായി ബന്ധിപ്പിക്കുമ്പോൾ വാഹനത്തിന് വേഗം എങ്ങനെയാണ്? കുറയും. പക്ഷെ വേഗം കുറയുമെങ്കിലും എങ്ങനെയാണ്? അതിന്റെ എഫിഷ്യൻസി അവിടെ കൂടുക. റൊട്ടേറ്റ് ചെയ്യാനുള്ള എഫിഷ്യൻസി അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ കയറ്റം കയറുന്ന സിറ്റുവേഷനിൽ കേട്ടോ, കയറ്റം കയറുന്ന സിറ്റുവേഷനിൽ നമുക്ക് സ്പീഡ് കുറയണം. പക്ഷെ എങ്ങനെയാണ്? അവിടെ എഫിഷ്യൻസി അവിടെ കൂടണം. അപ്പൊ എഫിഷ്യൻസി കൂടുമ്പോൾ എന്താണ്? അത് അതിന്റെ റൊട്ടേഷൻ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. കറങ്ങാനുള്ള ശേഷി കൂടും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ്? വലിയ പൽചക്രം ഇല്ലേ? വലിയ പൽചക്രം ഏതുമായിട്ട്? ആക്സിലുമായിട്ടായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്.
മനസ്സിലായല്ലോ? അപ്പോൾ അത് ഓർത്തോണം കേട്ടോ. വലിയ പൽചക്രവുമായി ബന്ധിപ്പിക്കുമ്പോൾ വാഹനത്തിന്റെ വേഗം കുറയുമെങ്കിലും കറങ്ങാനുള്ള ശേഷി അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി what happens to the speed of the large toothed wheel when energy is transferred from the small toothed wheel to the large toothed wheel? അതായത് ചെറിയ പൽചക്രത്തിൽ നിന്ന് വലിയ പൽചക്രത്തിലേക്ക് ഊർജ്ജം ഇല്ലേ, എഞ്ചിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഏതാണ്, ചെറുതാണ് അല്ലേ, അതിൽ നിന്നും വലിയ പൽചക്രത്തിലേക്ക് എന്താണ് ഊർജ്ജം അവിടെ കൈമാറ്റം ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയ പൽചക്രത്തിന്റെ വേഗത്തിന് എന്ത് മാറ്റം ഉണ്ടാകുന്നുണ്ട്, വേഗം അവിടെ കുറയുവാണ് ചെയ്യുന്നത് കേട്ടോ. വേഗം അവിടെ ഡിക്രീസ് ചെയ്യും, വേഗം അവിടെ കുറയുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് എഫിഷ്യൻസി, എങ്ങനെയാണ് എഫിഷ്യൻസി ടു റൊട്ടേറ്റ് ഇൻക്രീസ്, അതായത് കറങ്ങാനുള്ള എഫിഷ്യൻസി അവിടെ കൂടും കേട്ടോ. അത് ഓർത്തോണം കേട്ടോ. ബട്ട് എഫിഷ്യൻസി കേട്ടോ, അത് പ്രത്യേകം ഓർത്തോണം. അവിടെ സ്പീഡ് കുറയെങ്കിലും എഫിഷ്യൻസി എങ്ങനെയാണ്, എഫിഷ്യൻസി ഇൻക്രീസസ്, എഫിഷ്യൻസി ഓഫ് റൊട്ടേഷൻ കേട്ടോ, എഫിഷ്യൻസി ഓഫ് റൊട്ടേഷൻ എങ്ങനെയാണ് അവിടെ ഇൻക്രീസ് ചെയ്യും. കൃത്യമായിട്ട് അതും കൂടെ ഒന്ന് ഓർത്തിരുന്നോളൂ. ദാറ്റ് ഈസ് ഗിയർ. മനസ്സിലായല്ലോ? അപ്പോൾ ഗിയർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു സിമ്പിൾ ഡിവൈസ് ആണ്, മെഷീനാണ്. എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് വേഗം കൂട്ടാനോ അല്ലെങ്കിൽ എന്താണ് എഫിഷ്യൻസി കൂട്ടാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഗിയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ട് പൽചക്രങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് അടുത്തൊരു സിമ്പിൾ മെഷീനാണ്. ഇത് കാണുമ്പോഴേ നമുക്കറിയാം എന്താണ് ഇതിൻ്റെ പേരെന്താണ്, ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് അല്ലേ, ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ചെരുവുതലം എന്ന് പറയും അല്ലേ, ചെരുവുതലം. ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ലെങ്കിൽ ചെരുവുതലം അല്ലേ, ചെരുവുതലം എന്നാണ് നമ്മൾ പറയുന്നത്, ചെരുവുതലം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമുക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിച്ച് നമുക്ക് വസ്തുക്കളൊക്കെ മുകളിലോട്ട് ഉയർത്തി കയറ്റാൻ സാധിക്കും അല്ലേ. ഇപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ, അതായത് ചെരുവുതലം നമ്മൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ വിവിധ തരത്തിലുള്ള ചെരുവുതലങ്ങൾ ഉപയോഗിക്കാം. നമുക്ക് നീളം കൂടിയത് ഉപയോഗിക്കാം. സപ്പോസ് ഇതാണ് ഒരു ഹൈറ്റ്, ഈ ഒരു ഹൈറ്റിലേക്ക് നമുക്കൊരു വസ്തുവിനെ കയറ്റണം. ആ വസ്തുവിനെ കയറ്റാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തെ ചെരുവുതലം ഉപയോഗിക്കാം, ഇങ്ങനത്തെ ഉപയോഗിക്കാം. ഇതാന്ന് നോക്കി, ഇതേ സെയിം കേട്ടോ, സർഫസ് ഇതാണ്, ഇതാ ഇങ്ങനത്തെ ഉപയോഗിക്കാം. പലതരത്തിലുള്ള ചെരുവുതലം ഉപയോഗിക്കാം. അതിൽ ഏറ്റവും നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് കയറ്റാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് ചെരുവുതലമായിരിക്കും, നീളം കൂടുതലല്ലേ. ഇതാ ഇവിടെ എങ്ങനെയാണ് നീളം കുറവാണ്, ഇതാ ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എങ്ങനെയാണ് നീളം കുറവാണ്, ഇത് ഇച്ചിരി നീളം കൂടുതലാണ്, ഇതിന് അതിനേക്കാളും കൂടുതലാണ്. പക്ഷേ ഇതിലും വഴി നമ്മൾ കയറ്റുമ്പോൾ ഇച്ചിരി നമ്മൾ എഫേർട്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ എങ്ങനെയാണ് നീളം കൂടുമ്പോൾ എങ്ങനെയാണ്, ഇവിടെ ലെങ്ത് ഇവിടെ കൂടിയിരിക്കുകയാണ്. അപ്പം ലെങ്ത് കൂടി കഴിയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് എഫേർട്ട് ഇല്ലാതെ അല്ലേ, എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് മുകളിലോട്ട് കയറ്റാൻ സാധിക്കും. മനസ്സിലാവുന്നില്ല? അപ്പം വിവിധ നീളത്തിലുള്ള ചെരുവുതലങ്ങൾ ഉപയോഗിച്ച് ഒരേ വസ്തുവിനെ ഒരേ ഉയരത്തിലേക്ക് ഉയർത്താൻ ശ്രമിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എളുപ്പമായിട്ട് തോന്നുന്ന ഏത് സിറ്റുവേഷനിലാണ്, ലെങ്ത് കൂടിയ ചെരുവുതലം ഉപയോഗിക്കുമ്പോഴാണ്. മനസ്സിലായല്ലോ? ലെങ്ത് കൂടിയ ചെരുവുതലം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് ഉയർത്താൻ സാധിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വസ്തു, ഇതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് കേട്ടോ. ഈ ഒബ്ജക്റ്റ് നമ്മളത് എച്ച് ഹൈറ്റ് ആണ് കേട്ടോ, എച്ച് ഹൈറ്റ് ഉള്ള ഒരു സർഫസിലേക്ക് കയറ്റണം. അപ്പം അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് ഇത്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L മീറ്റർ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒബ്ജക്റ്റിലേക്ക് നമ്മളൊരു എഫേർട്ട് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ലോഡ് ഉണ്ടല്ലോ, ലോഡ് ഇതുമാണ്. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ബലം അല്ലെങ്കിൽ ഈ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എഫേർട്ട് ഉപയോഗിച്ചിട്ട് നമ്മളെ L ഡിസ്റ്റൻസ് നമ്മൾ ഈ വസ്തുവിനെ തള്ളി നീക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയായിരിക്കും, വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ കൊടുത്ത ഫോഴ്സ് ഏതാണ്, E ആണ്, എഫേർട്ട് ആണ് അല്ലേ. അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഏതാണ്, L ആണ് ഇല്ലേ. അപ്പോൾ ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, E ഇൻറ്റു L എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇനി ഈ എച്ച് ഹൈറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന ലോഡ് ഉണ്ടല്ലോ, ലോഡ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം വർക്ക് ഡൺ ബൈ ദ ലോഡ് ടു ലിഫ്റ്റ് ദ ഹൈറ്റ്, അതായത് എച്ച് എന്ന് ഉയരത്തിലേക്ക് ഉയർത്താനായിട്ട് ലോഡ് ചെയ്യുന്ന പ്രവൃത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം, W ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ ലോഡാണല്ലോ. ഫോഴ്സ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ലോഡാണ്. ദാറ്റ് ഈസ് എച്ച് ഹൈറ്റിലേക്ക് ഉയർത്താൻ വേണ്ടി ലോഡ് ചെയ്യുന്ന വർക്ക്. അപ്പം ലോഡ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എച്ച് ഹൈറ്റും ആണ്. അപ്പോൾ അവിടുത്തെ വർക്ക് എന്ത് വന്നു, W ഈസ് ഈക്വൽ ടു L ഇൻറ്റു എച്ച് എന്ന് വന്നു ഇല്ലേ. W ഈസ് ഈക്വൽ ടു L ഇൻറ്റു എച്ച് എന്ന് വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടും എന്താണ്, ഈക്വൽ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. അതായത് EL ഈസ് ഈക്വൽ ടു LH എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഇനി ഈ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്യുവാണ് കേട്ടോ. ലോഡ് ബൈ എഫേർട്ട് എന്ന രീതി എഴുതുവാണ് കേട്ടോ. ലോഡ് ബൈ എഫേർട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, L/H എന്ന് എഴുതാമല്ലോ. ലോഡ് ബൈ എഫേർട്ട് എന്ന് പറയുമ്പം L/H എന്ന് വരും ഇല്ലേ. അതായത് ലോഡ് ബൈ എഫേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, L/H എന്ന് എഴുതാമല്ലേ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് L/H ആണ്. ഇവിടെ നോക്കിയാൽ ഈ ക്യാപിറ്റൽ L ബൈ ക്യാപിറ്റൽ E എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ലംബമായിട്ട് ഉയർത്താൻ, ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്.
ലോഡ് അല്ലേ, ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് ഡിവൈഡ് ബൈ ഫോഴ്സ് അപ്ലൈഡ് ഇല്ലേ, ഫോഴ്സ് അപ്ലൈഡ് ആണ് ഇവിടുത്തെ ഈ L/E എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ L/H എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഈ L എന്ന് വെച്ചാൽ എന്താണ്, സ്മോൾ L എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ഈ H എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഹൈറ്റ് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. അപ്പോൾ അത് രണ്ട് ഈക്വൽ ആണല്ലോ, മനസ്സിലാവുന്നല്ലോ പറഞ്ഞു. അപ്പം അവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് L/H എന്ന് എഴുതാം. L/H എന്ന് പറഞ്ഞാൽ എന്താണ്, L എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഈ L എന്താണ്, ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് ഇല്ലേ. ഈ H എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഹൈറ്റ് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെ നമുക്ക് എഴുതാം, ഈ ഒരു രീതിയിൽ എഴുതാം. ഏതിൻ്റെ കേസിലാണ്, ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ലെങ്കിൽ ചെരിവ് തലത്തിൻ്റെ കേസിൽ ഉണ്ടാകുന്ന മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് L/H എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇഫ് ദ എഫേർട്ട് ഈസ് E ആൻഡ് ദ ലോഡ് ഈസ് L, then the work done by the effort E to move it over a distance L അല്ലേ. അതായത് E എന്ന് പറയുന്നത് ബലം പ്രയോഗിച്ച് L ദൂരം ഒരു വസ്തുവിനെ തള്ളി നീക്കാൻ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ അതാണ് E ഇൻറ്റു L എന്ന് പറഞ്ഞു. ഇനി വർക്ക് ഡൺ ബൈ ദ ലോഡ് ടു ലിഫ്റ്റ് ദ ഹൈറ്റ് H ആവുകയാണെന്നുണ്ടെങ്കിൽ വർക്കിന് നമുക്ക് എങ്ങനെ എഴുതാം, L ഇൻറ്റു H എന്ന് എഴുതാം. അപ്പോൾ രണ്ടും ഇക്വേറ്റ് ചെയ്യാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ലോഡ് ബൈ എഫേർട്ട് ആണ്, അതിന് നമുക്ക് L/H എന്ന് എഴുതാം. അപ്പം L/E എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് അല്ലേ, ഡിവൈഡ് ബൈ ഫോഴ്സ് അപ്ലൈഡ് എന്ന് പറയാം. സ്മോൾ L/H എന്ന് പറഞ്ഞാൽ സ്മോൾ L ഏതാണ്, ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ഈ ലെങ്ത് ആണ്, ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ലെങ്ത് ആണ്. H എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിനുമാണ്. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ കേസിൽ എങ്ങനെയാണ്, ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ കണ്ടു, നീളം കൂടിയ ചെരുവുതലങ്ങൾ ഉപയോഗിക്കുന്നതും കണ്ടു, നീളം കുറഞ്ഞ ചെരുവുതലം ഉപയോഗിക്കുന്നതും കണ്ടു. അപ്പം ഏതാണ് കൂടുതൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അവിടെ ഉണ്ടാകുന്നത്, ഏതാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത്, ഈ ലെങ്ത് കൂടുമ്പോഴല്ലേ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നപ്പോഴാണ് ഈ ലെങ്ത് കൂടുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ്, യൂസിങ് നമുക്ക് പറയാം, യൂസിങ് എ ലോങ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇല്ലേ, ലോങ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് മോർ എന്ന് പറയാം. പ്രത്യേകം ഓർത്തിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, നീളം കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ് ഈസി ആയിട്ട് കയറ്റാൻ സാധിക്കും. അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും, അവിടെ കൂടുതലായിരിക്കും. ഇതാ ടെക്സ്റ്റ് ബുക്കിലൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് ആൻസർ ചെയ്യാവേ. ഇതാ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻക്ലൈൻഡ് പ്ലെയിൻ ആർ ഓഫൺ യൂസ്ഡ് ഇൻ സിറ്റുവേഷൻസ് വെയർ ഒബ്ജക്ട്സ് ആർ ടു ബി ലിഫ്റ്റഡ് ഇല്ല. ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്, വസ്തുക്കളെ ഉയർത്തേണ്ട സന്ദർഭങ്ങളിലാണ് നമ്മൾ ചെരുവുതലങ്ങൾ ഉപയോഗിക്കുന്നത്. വാട്ട് ഇസ് ദ വർക്ക് ഡൺ ടു ലിഫ്റ്റ് എ 600 ന്യൂട്ടൺ ലോഡ് ബൈ 3 മീറ്റർ. 600 ന്യൂട്ടൺ ഭാരം 3 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അന്ന് കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. ഫോഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്, 600 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 3 മീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് 600 ഇൻറ്റു 3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, 1800 ജൂൾ എന്ന് വരും അവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഫോഴ്സ് അപ്ലൈഡ് വാസ് 200 ന്യൂട്ടൺ എലോങ് എ ഇൻക്ലൈൻഡ് പ്ലെയിൻ ടു ലിഫ്റ്റ് ദിസ് ലോഡ്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ലോഡ് വാസ് 9 മീറ്റർ. വാട്ട് ഈസ് എ വർക്ക് ഡൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ഭാരം ഉയർത്താൻ, അതായത് 600 ന്യൂട്ടൺ ഭാരം ഉയർത്താൻ നമ്മളൊരു ചെരുവുതലം ഉപയോഗിച്ചു. അപ്പം എന്താണ്, ചെരുവുതലത്തിലൂടെ നാം നൽകേണ്ട ബലം എന്ന് വെച്ചാൽ 200 ന്യൂട്ടൺ ആയിട്ടുണ്ട്. കാരണം നമുക്കറിയാം ചെരുവുതലം ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ്, അധികം ബലം നമുക്ക് വേണ്ട. മനസ്സിലായല്ലോ. അപ്പൊ അതുമൂലം ഭാരത്തിനുണ്ടായ സ്ഥാനാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നു 9 മീറ്റർ. അപ്പൊ സ്ഥാനാന്തരം അവിടെ കൂടി. അപ്പൊ അവിടുത്തെ വർക്ക് എത്രയായിരിക്കും, ഇതേ രീതി കണ്ടുപിടിക്കാമല്ലോ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 200 ആണ് വന്നിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ 9 ആണ്. അവിടെ എത്ര തന്നെ നമുക്ക് കിട്ടും, 1800 ജൂൾ എന്ന് കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ എന്താണ്, ഈ രണ്ട് സിറ്റുവേഷനിലും എന്താണ് വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്, എന്താണ് വർക്ക് അവിടെ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഇല്ലേ, വർക്ക് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വർക്കിൽ എന്തേലും ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഈസ് ദെയർ എ ഗെയിൻ ഇൻ ദ വർക്ക് ഡൺ. വർക്ക് ഡണ്ണിൽ എന്തേലും എന്താണ് ലാഭം ഉണ്ടാകുന്നുണ്ടോ, ഇല്ല. പ്രവൃത്തിയിൽ അവിടെ എങ്ങനെയാണ്, ലാഭം ഒന്നും ഉണ്ടാകുന്നില്ല. പ്രവൃത്തി സെയിം തന്നെയാണ്, പക്ഷെ എങ്ങനെയാണ്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അവിടെ വർദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അത് ഉയർത്താൻ സാധിച്ചു. അതായത് ചെരുവുതലം ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിച്ചപ്പോൾ ഈസി ആയിട്ട് ഉയർത്താൻ സാധിച്ചു. പക്ഷെ വർക്ക് ഡണ്ണിൽ അവിടെ നിന്നാണ് എന്തെങ്കിലും അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഗെയിനോ ഉണ്ടായിട്ടുണ്ടോ, ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ. അപ്പൊ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നുണ്ട് ഇല്ല, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവിടുത്തെ വർക്കിലൊന്നും ലാഭമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമ്മൾ കൂടുതൽ ഒരുപാട് സിറ്റുവേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും.
ചുരങ്ങൾ ഇപ്പൊ വയനാടൊക്കെയുള്ള ചുരങ്ങളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അവിടെ എങ്ങനെയാണിതാ കാണുമ്പോഴേ നമുക്കറിയാം ഇവിടുന്ന് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് കയറാൻ പറ്റുമോ? ഡയറക്റ്റ് ആയിട്ട് കയറാൻ പറ്റുമോ? നമുക്ക് എഫോർട്ട് കൂടും, ഇല്ലേ? എഫോർട്ട് കൂടും. പക്ഷെ അതിന് പകരമായിട്ട് ഇതുപോലെയുള്ള എന്താണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ കണ്ടില്ലേ? ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിച്ചു, അതായത് ലെങ്ത് കൂട്ടി, അല്ലേ? ലെങ്ത് കൂട്ടി ഇപ്പൊ നമുക്ക് ഇച്ചിലൂടെ എഫോർട്ട്ലെസ് ആയിട്ട് നീളം കൂടിയെന്നുള്ളൂ, പക്ഷെ ഇതാണ് എഫോർട്ട്ലെസ് ആയിട്ട് നമുക്ക് കയറാൻ സാധിക്കും, അല്ലേ? ചുരങ്ങളിലും മറ്റുള്ള ഹെയർ പിൻ റോഡുകൾ, അല്ലേ? അവിടെ എന്താണ് നീളം കൂടിയ റോഡുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? കുത്തനെ മുകളിലോട്ട് കയറുന്നതിനൊക്കെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് ചെരുവ് തലങ്ങളിലൂടെ കയറാൻ സാധിക്കും, അല്ലേ? അപ്പം ഇച്ചിരി ദൂരം യാത്ര ചെയ്യേണ്ടി വരും, പക്ഷെ എന്താണ് നമുക്ക് നമുക്കവിടെ എഫോർട്ട് അവിടെ കുറയുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെ ചെരുവുതലങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പിരമിഡുകൾ നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ കണ്ടില്ലാന്ന്, വലിയ വലിയ പിരമിഡുകൾ കണ്ടില്ലേ? ഒരുപാട് സ്ക്വയർ മീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് വലിപ്പമുള്ള പിരമിഡുകളാണ്. അത് മുകളിലോട്ട് കയറ്റണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ കല്ലുകളൊക്കെ ചുമന്ന് കയറ്റിയത്? ഇൻക്ലൈൻഡ് പ്ലെയിൻ വഴിയാണ് കല്ലുകളൊക്കെ മുകളിലോട്ട് കയറ്റിയത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പം ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ കേസിൽ ഓർത്തിരിക്കാം, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുതലായിരിക്കും എന്തുപയോഗിക്കുമ്പോൾ? ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിക്കുമ്പോൾ. മനസ്സിലായല്ലോ? അതിൻ്റെ ഇക്വേഷൻ കൂടെ ഓർത്തിരിക്കുക കേട്ടോ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ L/H ആണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ കേസിൽ വരുമ്പോൾ. ഇവിടെ ഒരു സെക്ഷൻ കണ്ടായിരുന്നു, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഡിക്രീസ് ആൻഡ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അവിടെ കുറയുന്നുണ്ട്, ലെങ്ത് കൂടുന്നുണ്ട്, ഇല്ലേ? ഹൈറ്റ് ഓഫ് ദ റാമ്പും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, ഇല്ലേ? ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിക്കുമ്പോൾ. അതൊക്കെ മനസ്സിലാക്കിയിരിക്കുക, പോയിന്റുകളാണ്, മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള മറ്റൊരു സിമ്പിൾ മെഷീൻ ആണ്, ദാറ്റ് ഈസ് വെഡ്ജ് അല്ലെങ്കിൽ ആപ്പ് എന്ന് പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ചിത്രം കണ്ടില്ലേ? മരങ്ങൾ കണ്ടില്ലേ? തടികളൊക്കെ കീറാൻ വേണ്ടി കണ്ടില്ലേ? ഇതാണ് ആപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്, വെഡ്ജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? അതിൻ്റെ ഷേപ്പ് കണ്ടില്ല? ഇതാ ഇങ്ങനെയാണ്. അതായത് അന്ന് വെഡ്ജ് അല്ലെങ്കിൽ ആപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡബിൾ ആയിട്ടുള്ള ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ഇതാ ഇവിടെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനും ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്. അപ്പോൾ വെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ കേട്ടോ, ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് കേട്ടോ. ഡബിൾ ആയിട്ടുള്ള ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? വെഡ്ജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ഇരട്ട ചെരുവുതലം എന്ന് പറയാം കേട്ടോ. ഒരു ഇരട്ട ചെരുവുതലമാണ് വെഡ്ജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് അത് ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഈസി ആയിട്ട്, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യാനും, ഇല്ലേ? കട്ട് ചെയ്യാനും കീറാനും മുറിക്കാനും ഒക്കെ നമുക്ക് ഈ വെഡ്ജുകൾ ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ? 3 തരത്തിലുള്ള വെഡ്ജുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് പ്രത്യേകത? എനിക്ക് ലെങ്ത്, ഇത് ലെങ്ത് ആണ്, ഇത് ലെങ്ത് ആണ്, അല്ലേ? ഇതും ലെങ്ത് ആണ്, ഇത് ലെങ്ത് ആണ്, ഇല്ലേ? ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഹൈറ്റുമാണ് വന്നിരിക്കുന്നത്, ഇവിടുത്തെ ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏതായിരിക്കും നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ മുറിക്കാനും ഒക്കെ എന്താണ് സഹായിക്കുന്നത്, അല്ലെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുതലായിട്ട് വരുന്ന ഏതിനായിരിക്കും? നമുക്ക് കാണുമ്പോഴേ അറിയാം എന്താണ് ലെങ്ത് കൂടിയത്, ഇല്ലേ? ലെങ്ത് കൂടിയതും ഇതാ നോക്കുക, ലെങ്ത് കൂടിയതും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഹൈറ്റ്, ഇല്ലേ? ഹൈറ്റ് എന്ന് വെച്ചാൽ വിഡ്ത്ത് ഉണ്ടല്ലോ, ഇല്ലേ? നീളം കൂട്ടിയും കനം കുറച്ചും ആ വിഡ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഹൈറ്റ് അല്ലെങ്കിൽ വിഡ്ത്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പം അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ കണ്ട ഇക്വേഷൻ തന്നെയാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ലോഡ് ബൈ എഫേർട്ട് തന്നെയാണ് നമ്മുടെ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാ നോക്കിയേ, ഇവിടുത്തെ ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ചെരുവുതലത്തിൻ്റെ നീളമാണ് കേട്ടോ. ചെരുവുതലത്തിൻ്റെ നീളമാണ് ഇവിടുത്തെ ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ചെരുവുതലത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ, അല്ലേ? ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ തിക്നെസ് ഓഫ് ദി വെഡ്ജ് ആണ് കേട്ടോ. എഫേർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് തിക്നെസ് ഓഫ് ദി വെഡ്ജ് ആണ് കേട്ടോ. ഇതിൻ്റെ തിക്നെസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? തിക്നെസ് ആണ് കേട്ടോ. തിക്നെസ് ഓഫ് ദി വെഡ്ജ്, ആ വെഡ്ജിൻ്റെ ആപ്പിൻ്റെ തിക്നെസ്. മനസ്സിലായി? അപ്പം തിക്നെസ് കുറഞ്ഞിരിക്കുന്നു, ഇല്ലേ? അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ L/H ആണ്. ഇവിടെ എന്താണ്? ലെങ്ത് കൂടി, ലെങ്ത് ഇവിടെ കൂടണം, തിക്നെസ് എങ്ങനെയാണ്? അവിടെ കുറയണം. അപ്പോൾ എന്ത് സംഭവിക്കും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇവിടെ കൂടും. മനസ്സിലായല്ലേ? അപ്പം അങ്ങനെയുള്ള വെഡ്ജുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അവിടെ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ വെഡ്ജ് എന്ന് വെച്ചാൽ ഒരു ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. അതെങ്ങനെയാണ്? ലോങ്ങർ ആൻഡ് തിന്നർ കേട്ടോ. ലോങ്ങറും ആയിരിക്കണം, തിന്നറും ആയിരിക്കണം. അത് ഓർത്തണം. ലോങ്ങർ ആണല്ലേ? അപ്പോൾ ഈ 3 കേസിൽ ഏതാണ്? ഇതാണ് വരുന്നത്, അല്ലേ? ഇത് ലോങ്ങറുമാണ്, ഇല്ലേ? ലോങ്ങറുമാണ്, അതുപോലെ തന്നെ തിന്നറുമാണ്. അപ്പോൾ അങ്ങനെയുള്ള അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അവിടെ എങ്ങനെയായിരിക്കും? കൂടും. ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് മുറിക്കാനും തുളയ്ക്കാനും ഒക്കെ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പം ഈ ഒരു 3 കേസിൽ മൂന്നാമത്തെ C ആണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്? അവിടുത്തെ മറ്റുള്ളവയേക്കാളൊക്കെ യാന്ത്രിക ലാഭം നമുക്ക്
എന്താണ് കൂടുതലായിരിക്കും. അത് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് വെഡ്ജ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള മറ്റൊരു സിമ്പിൾ മെഷീൻ ആണ് സ്ക്രൂ ജാക്ക് കേട്ടോ. സ്ക്രൂ ജാക്ക് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, വണ്ടികളൊക്കെ കണ്ടില്ലേ, വണ്ടികളൊക്കെ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ ആണ് കേട്ടോ സ്ക്രൂ ജാക്ക്. ഇത്തരമൊക്കെ നിങ്ങൾ വർക്ക്ഷോപ്പിലും അതുപോലെ തന്നെ വീടുകളിലൊക്കെ ആണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ഇങ്ങനെ വാഹനങ്ങളൊക്കെ ഉയർത്തി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്ക്രൂ ജാക്ക്. കണ്ടില്ല, അതെന്താണ്, ഒരു സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ, ഒരു സ്ക്രൂവും അതുപോലെ തന്നെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനും ഉപയോഗിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഒരു സിലിണ്ടറിൻ്റെ ചുറ്റുമായിട്ട് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനും അതുപോലെ തന്നെ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു സിമ്പിൾ മെഷീനാണ്. അതെങ്ങനെയാണ്, അതിങ്ങനെ ഈ ഒരു സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചും എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കേട്ടോ. ഇതുപോലത്തെ ഒരു പേപ്പർ വല്ലതും എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് ഒരു വശത്ത് നിങ്ങളൊരു കളർ ചെയ്യുക, അതിൻ്റെ ഒരു എഡ്ജിൽ കളർ ചെയ്യുക. എന്നിട്ട് ഒരു പെൻസിൽ ഉപയോഗിച്ചതാണ് നിങ്ങളിങ്ങനെ ചുറ്റുക. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്. അപ്പം ഈ ചുറ്റി കഴിയാൻ നേരത്ത് ഈ പി എന്ന് പറഞ്ഞിരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, ചെരുവുതലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇല്ലേ. ചെരുവുതലം സ്റ്റാർട്ട് ചെയ്ത് ഒരു ചുറ്റ് പൂർത്തിയാകുമ്പോഴാണല്ലോ ക്യൂവിലെത്തുന്നത്, ശരിയല്ലേ. ഇങ്ങനെ നമ്മൾ ചെരുവുതലത്തിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒരു ചുറ്റ് പൂർത്തിയാക്കി. ഇപ്പോൾ സപ്പോസ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ക്യൂ എന്ന് വിചാരിച്ചു, ക്യൂവിലെത്തിയപ്പം ഒരു ചുറ്റ് പൂർത്തിയാക്കി. അപ്പം അതാണ് അതിൻ്റെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, പിച്ച് എന്ന് പറയും കേട്ടോ. പിച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്, പിച്ച് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നത് പിരീഡ എന്ന് പറയും കേട്ടോ. പിച്ച് കേട്ടോ, പിച്ച്, PITCH, പിച്ച് എന്ന് പറയും. പിച്ചിന് നമ്മൾ H വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതാണ് പിരീഡ എന്ന് പറഞ്ഞിരിക്കുന്നത്. എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് തുടങ്ങി ഒരു ചുറ്റ് പൂർത്തിയാകുന്നത് വരെയുള്ള അകലമാണ് നമ്മൾ പിരീഡ അല്ലെങ്കിൽ പിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം അടുത്തടുത്തുള്ള പിരികൾക്കിടയിലുള്ള അകലമാണ് പിരീഡ അല്ലെങ്കിൽ പിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളിനി ഈ പേപ്പർ നമ്മൾ ചുരുട്ടി വെച്ചല്ലോ. അപ്പം നമ്മളിങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഈ ഒരു ചുറ്റ് വരെ വന്നിട്ടുള്ള ആ ഒരു നീളം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉദ്ദേശിക്കുന്ന ആ ഒരു നീളത്തിനെയാണ്. ഒരു പ്രാവശ്യം ചുറ്റുന്ന ആ നീളം ഉണ്ടല്ലോ, ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ലെങ്ത്, അതിനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്, പിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഇല്ലേ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്കറിയാം. നമ്മൾ കണ്ടു L/H എന്നുള്ള ഇക്വേഷൻ കണ്ട്. ഇവിടുത്തെ L എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു ചെരുവുതലത്തിൻ്റെ നീളം അല്ലെ, ചെരുവുതലത്തിൻ്റെ നീളം. അതുപോലെ തന്നെ ചെരുവുതലത്തിൻ്റെ ഉയരം തന്നെയാണ്. H എന്ന് വെച്ചാൽ അതാണ് ചെരുവുതലത്തിൻ്റെ ഉയരം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ ഈ സ്ക്രൂ ആൻഡ് ജാക്കിൻ്റെ കേസിൽ എന്താണ്, ഒരു പിരിയുടെ നീളം ഇല്ലേ, ഒരു പിച്ചിൻ്റെ നീളം. ഒരു പിച്ചിൻ്റെ നീളം എന്ന് വെച്ചാൽ L ആണ്. അതായത് ലെങ്ത് ഓഫ് പിച്ച് എന്ന് പറയാം അല്ലേ. ലെങ്ത് ഓഫ് വൺ ത്രെഡ് എന്നോ അല്ലെങ്കിൽ പിച്ച് എന്നല്ല പറയുന്നത്, ത്രെഡ്, ഒരു ചുറ്റിൻ്റെ ഒരു ത്രെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ചുറ്റാണ് കേട്ടോ. അത് ഡിവൈഡഡ് ബൈ H എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അവിടുത്തെ പിച്ചുമാണ്. ഇതിൻ്റെ ലെങ്തും ഇവിടുത്തെ പിച്ചും. അതാണ് നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതായത് സ്ക്രൂ ജാക്കിൻ്റെ കേസിൽ. മനസ്സിലായല്ലോ. അപ്പം എല്ലാത്തിൻ്റെ കേസിലും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലോഡ് ബൈ എഫോർട്ടാണ്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇവിടെ ഇതും എന്നാ ഇൻക്ലൈൻഡ് പ്ലെയിൻ തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പം ഇവിടുത്തെ L/H ആണ്. L എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ചുറ്റിന് നീളമാണ്. ഒരു ചെരുവുതലം, അതായത് ഒരു ചുറ്റുണ്ടല്ലോ, അതിൻ്റെ നീളമാണ് നമ്മൾ ഇൻക്ലൈൻഡ് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ചെരുവുതലത്തിൻ്റെ നീളം അല്ലെങ്കിൽ ഒരു പിരിയുടെ നീളം എന്ന് പറയാം. അതേ ഡിവൈഡ് ബൈ ഒരു പിരീഡ എന്ന് വെച്ചാൽ പിച്ച്. ഇവിടുത്തെ ഇതാണ് പിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ സ്ക്രൂ ആൻഡ് ജാക്ക്. മനസ്സിലാക്കോട്ടെ. അപ്പോൾ ഓരോന്നിൻ്റെയും കേസിൽ ഇതെല്ലാം മനസ്സിലാക്കോട്ടെ. അപ്പോൾ ഇതെല്ലാം എന്താണ്, സിമ്പിൾ മെഷീൻസ് ആണല്ലേ. നമ്മുടെ എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടിയുള്ള സിമ്പിൾ മെഷീൻസ് ആണ്. കാറൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പൊക്കാൻ സാധിക്കുമോ? ഇല്ല. പക്ഷെ ഇങ്ങനെയുള്ള ഈ സ്ക്രൂ ജാക്ക് ഉപയോഗിച്ച് നമുക്ക് ഉയർത്താൻ സാധിക്കും. ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഉയർത്താൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ഇതവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ദെൻ നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ കേസിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് വൺ ത്രെഡ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ചുറ്റ് കേട്ടോ. ഇവിടം വരെ ഉള്ളതുണ്ടല്ലോ ഈ ഒരു ചുറ്റ് കേട്ടോ, ആ ചുറ്റാണ് L എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പിച്ച്, ഹൈറ്റ് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ, ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട് അതിൻ്റെ ഹൈറ്റ്, പിന്നെ നമ്മൾ പിച്ച് എന്നുമാണ് പറയുന്നത്. ദാറ്റ് ഈസ് എ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ കേസ് ഓഫ് ഏതാണ്, സ്ക്രൂ കേട്ടോ. സ്ക്രൂ ജാക്ക് എന്ന് പറയും. സ്ക്രൂ ജാക്കിൻ്റെ കേസിലുണ്ടാകുന്ന മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അങ്ങനെ ഒരുപാട് സിമ്പിൾ മെഷീൻസ് നമ്മുടെ വർക്കുകൾ ഇല്ലേ ഈസി ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്, അതും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം.
ക്വസ്റ്റ്യൻ നോക്കിയേ, എ 600 kilogram weight load is lifted by 4 meter along an inclined plane of length 8 meter. Calculate the mechanical advantage. What force must be applied along the inclined plane? 8 മീറ്റർ നീളമുള്ള ചെരിവ് തലത്തിലൂടെ 600 കിലോഗ്രാം ഭാരം 4 മീറ്റർ ഉയരത്തിലേക്ക് കയറ്റുന്നു. മനസ്സിലാക്കട്ടെ, 8 മീറ്റർ നീളമുള്ള ഒരു ചെരുവുതലമാണ്. അത് അങ്ങനെ ഒരു ചെരുവുതലമാണ്. അതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 8 മീറ്റർ ആണ്. അതിൽ എന്തോരം വെയിറ്റ് ആണ് നമ്മൾ കയറ്റേണ്ടത്? 600 കിലോഗ്രാം വെയിറ്റ് ആണ് കയറ്റേണ്ടത്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ട് ഫോഴ്സ് മസ്റ്റ് ബി അപ്ലൈഡ് അലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ, ആ ചെരുതലത്തിലൂടെ പ്രയോഗിക്കേണ്ടി വരുന്ന ബലം എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എവിടത്തെയാണ്? ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ കേസിൽ അല്ലേ? ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ കേസിൽ ഉണ്ടാകുന്ന മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് നമുക്കവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പം എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു L/H എന്നറിയാം. L എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. H എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. അപ്പം അതാ നോക്കുക, L നമുക്കറിയാം 8 ആണ്, H എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 4 ആണ് ഇല്ലേ? അതുപോലെ തന്നെ അവിടുത്തെ ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നിട്ടുണ്ട് 600 ആണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? 600 കിലോഗ്രാം വെയിറ്റ് ആണ് ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ് വരുന്നത്. മറ്റേ എത്രയാണ്? ഹൈറ്റ് 4 ആണ്. അപ്പം 2 വരും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് വരുന്നത്? 2 വന്നു. അപ്പോൾ കിട്ടിയില്ല മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഇനി എന്താണ്? വാട്ട് ഫോഴ്സ് മസ്റ്റ് ബി അപ്ലൈഡ് അലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ നമുക്ക് പ്രയോഗിക്കേണ്ടത് ബലം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ലോഡ് ബൈ എഫേർട്ടാണ്. നമുക്കറിയാലോ ലോഡ് ബൈ എഫേർട്ട്. എന്തുമാത്രം ബലം പ്രയോഗിക്കണമെന്ന് വെച്ചാൽ എഫേർട്ടല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ എഫേർട്ട് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് എഫേർട്ട് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? ലോഡ് ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ്. ലോഡ് എത്രയാണ്? 600 ആണ് വരുന്നത് അല്ലേ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 വന്നു. ദാറ്റ് ഈസ് 300 അല്ലേ? 300 കിലോഗ്രാം വെയിറ്റ് ആണ് നമ്മളവിടെ കൊടുക്കേണ്ട എഫേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ്? 300 അല്ലേ? 300 കിലോഗ്രാം വെയിറ്റ്. അത്രയും എഫേർട്ട് കൊടുക്കുമ്പോഴാണ് അത് നമുക്ക് ഈസി ആയിട്ട് കയറ്റാൻ സാധിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതെല്ലാം എന്താണ്? സിമ്പിൾ മെഷീൻസ് ആണ്. ഇതല്ലാതെ മറ്റു ചില സിമ്പിൾ മെഷീൻസും ഒക്കെ ഉണ്ട്. കണ്ട് ലാക്സ് അല്ലേ? കോടായിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ? അപ്പോൾ അല്ലെ വെള്ളിക്കോൾ എന്ന് പറയും കേട്ടോ. ഇതൊക്കെ നമ്മൾ പല പല എന്താണ് സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ആൻ ഓൾഡ് വെയിങ് ഡിവൈസ് ആണ് കേട്ടോ. അതായത് പണ്ട് കാലത്ത് ഒരു വെയിങ് മെഷീനാണ്. സ്പാനർ അറിയാം ഇല്ലേ? സ്ക്രൂ ഡ്രൈവർ അറിയാം, ജീസൽ അറിയാം. അതായത് ഉളിയൊക്കെ ഉണ്ടല്ലോ, ഉളി, പിക്കാസ് ഇതല്ലേ? ഇതൊക്കെ എന്താണ്? നമുക്ക് സിമ്പിൾ മെഷീൻസ് ആണ്. ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ എഫേർട്ട് അവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതുപോലെ തന്നെ സൈക്കിള്, നമ്മുടെ സ്വിങ് മെഷീനൊക്കെ ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻസ് അല്ല, സിമ്പിൾ മെഷീൻസ് ആണ്. പക്ഷേ ഇതിലൊക്കെ എന്താണ്? സൈക്കിളിലൊക്കെ സിമ്പിൾ മെഷീൻ ആണെന്നുണ്ടെങ്കിലും ആ സൈക്കിളിലും വേറെ എന്താണ്? അനേകം ചെറിയ ചെറിയ മെഷീൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സിമ്പിൾ മെഷീൻസും വേറെ ഉപയോഗിച്ചിട്ടുണ്ട്. ബൈസൈക്കിൾ, സ്വിങ് മെഷീൻസ് ആർ വി യൂസ്ഡ് ടുഡേ ആർ ഓഫൻ സെറ്റ് ടു ബി എ സിംപ്ലസ്റ്റ് മെഷീൻസ് ആണ്. പക്ഷേ അതിലും എന്താണ്? കോമ്പിനേഷൻ ഓഫ് മെനി ടൈപ്സ് ഓഫ് സിമ്പിൾ മെഷീൻസ്. അതിലും ഒരുപാട് സിമ്പിൾ മെഷീൻസ് ചേർന്നിട്ടുള്ളതാണ് ഈ സൈക്കിള്, അതുപോലെ സ്വിങ് മെഷീൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മുടെ എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസുകളാണ് അല്ലേ? നമ്മുടെ എഫേർട്ട് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ എഫേർട്ട് കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്കിതെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം ദീസ് ആർ ദ സിമ്പിൾ മെഷീൻസ്. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ പ്രധാനമായിട്ടും 6 തരത്തിലുള്ള സിമ്പിൾ മെഷീൻസ് ആണുള്ളത് അല്ലേ? ഏതൊക്കെയായിരുന്നു സിമ്പിൾ മെഷീൻസ് ഓർക്കുന്നുണ്ടോ? ലിവർ അല്ലേ? ലിവർ കണ്ടു. പിന്നെ ഏതാണ്? പുള്ളി ഇല്ലേ? പുള്ളി കണ്ടു. പിന്നെ ഏതാണ്? വീൽ ആൻഡ് ആക്സിൽ അല്ലേ? വീൽ ആൻഡ് ആക്സിൽ കണ്ടു. പിന്നെ ഏതാണ്? ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇല്ലേ? ഇൻക്ലൈൻഡ് പ്ലെയിൻ കണ്ടു. പിന്നെ ഏതാണ്? ഗിയർ ഇല്ലേ? ഗിയർ കണ്ടു. പിന്നെ ഏതാണ്? സ്ക്രൂ ജാക്ക് ഇല്ലേ? സ്ക്രൂ ജാക്ക്. പിന്നെ ഏതാണ് കണ്ടത്? നമ്മൾ വെഡ്ജ് അല്ലേ? ഇതൊക്കെ എന്താണ്? സിമ്പിൾ മെഷീൻസിലാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ലിവറാണ് കേട്ടോ. ലിവറിൻ്റെ ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചോണം കേട്ടോ. ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുമെങ്കിലും പ്രധാനമായിട്ടും കൂടുതലായിട്ടും പഠിക്കേണ്ടത് ലിവറിനെ കുറിച്ചാണ് കേട്ടോ. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ ലിവർ ഒക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് പഠിച്ചിരിക്കുക, മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ അല്ലേ? നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, യാന്ത്രിക ലാഭം അല്ലേ? യാന്ത്രിക ലാഭം എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്
അതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതെല്ലാം നമ്മൾ ഡെയിലി ലൈഫ് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിരിക്കണം, കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ മെഷീൻസ് ആണതാ. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ലിവറിൻ്റെ കേസിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഈ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള അവയർനെസ് നിങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മൾ പലരും ചോദിക്കാറുണ്ട് ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, ഇല്ലേ? അപ്പോൾ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കും, പക്ഷേ അത് അത്രയ്ക്കും എന്താണ് സക്സസ്ഫുൾ ആവണമെന്നില്ല. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്ന രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട് അവിടെ കിട്ടുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം ഓരോ ഉപകരണങ്ങളും ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ ഓൾമോസ്റ്റ് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് കുട്ടികൾക്ക് അറിയാൻ മേലാത്ത പല സെക്ഷൻസും കാണും. അതൊക്കെ എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും ഉപകാരമാകട്ടെ കേട്ടോ. അപ്പം ഇനി നമുക്കുള്ള ഇതിൻ്റെ ഒരു ലെറ്റസസ് ആണ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.